ഹലോ ഹിന്ദുസ്ഥാൻ, നമസ്കാരം ഇന്ത്യ. ഐഡിയകളിലൂടെ ഈ രാജ്യത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഈ മഹത്തായ ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗ്രാമങ്ങളിലെ തെരുവുകളിൽ നിന്നും നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്നും ചായക്കടകളിൽ നിന്നും ബിസിനസ് ലോഞ്ചുകളിൽ നിന്നും ഉണ്ടാകുന്ന ഐഡിയകളാണ് നാളത്തെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുക. ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ. ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം റുകം ക്യാപിറ്റലിന്റെ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് ഇൻവെസ്റ്റർ അർച്ചന ജാഗീർദാർ. വിമൻ ലെഡ് സ്റ്റാർട്ടപ്പിന്റെ ഐക്കൺ ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. ഇൻഡോർ മുതൽ അമേരിക്ക വരെയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ സീരിയൽ ഇൻവെസ്റ്റർ VC ഫ്രം വാഷിംഗ്ടൺ DC സന്ദേശ് ശാരദ. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. താങ്ക് യു ടൈറ്റൻസ് ഫോർ ബീയിങ് വിത്ത് us. ചിലർ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അതിൽ ചില ജീനിയസുകളാണെങ്കിൽ ശാസ്ത്രം കൊണ്ട് മനുഷ്യരുടെ ജീവൻ തന്നെ രക്ഷിക്കുന്നു. അത്തരത്തിലൊരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെർട്ട് മെന്റർ. അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആണ്. അദ്ദേഹം ഒരുപാട് ഇൻഡസ്ട്രികളെ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. പവർ പ്ലാന്റിന്റെ കാര്യത്തിലും ഏവിയേഷന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻസ് ഒരുപാട് ജീവനുകളെ രക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം വർക്ക് എൻവയോൺമെന്റിനെ അബ്സല്യൂട്ട്ലി സേഫ് വർക്ക് എൻവയോൺമെന്റ് ആക്കി മാറ്റിയിട്ടുമുണ്ട്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം IIT മദ്രാസിൽ നിന്നും പ്രൊഫസർ കൃഷ്ണൻ സുബ്രഹ്മണ്യൻ. സർ, ആദ്യം തന്നെ താങ്കളെ ഈ വേദിയിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്താഗതി മാറ്റാൻ പ്രയാസമാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ കൊണ്ട് ഹെൽമെറ്റ് ഇടിക്കാൻ അവരോട് തന്നെ ഫൈൻ ഈടാക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ താങ്കൾ ഈ സേഫ്റ്റിയുടെ തോട്ട് പ്രോസസ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്? ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ആ സേഫ്റ്റിക്കുള്ള റെഗുലേഷൻസ് തീർച്ചയായും പാലിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സുലഭമാണ്. കാരണം ഈ റെഗുലേഷൻസ് അവർ പാലിച്ചേ മതിയാകൂ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാ, ഇൻഡസ്ട്രിക്കൊക്കെ ഇതുണ്ടാക്കുവാൻ ഒരുപാട് കോസ്റ്റിംഗ് ആവശ്യമായി വരും. അതുകൊണ്ട് എപ്പോൾ നമ്മൾ സേഫ്റ്റിയെ കുറിച്ച് പറഞ്ഞാലും അവരുടെ പ്രൊഡക്ട്സിന്റെ കോസ്റ്റ് അധികമായി മാറും. അതായത് നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നെന്ന് കരുതുക. ഡോക്ടർ പറയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ വന്നത്, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുമല്ലോ എന്ന് പറഞ്ഞ, അതായത് ആ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞാ അപ്പോൾ നിങ്ങൾക്കും തോന്നും ഓ എന്റെ പണം തിരിച്ചു കിട്ടിയല്ലോ എന്ന്. ശരി, അതായത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ പൈസ വേസ്റ്റ് ആയി പോയല്ലോ എന്ന് അതെ, വേസ്റ്റ് ആയോ എന്ന് വിചാരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴാണ് അയ്യോ നമ്മളത് ചെയ്തില്ലല്ലോ എന്ന്. ഈ ചാലഞ്ച് നമുക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോ ഈ ഭാവിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇന്റർനാഷണലി സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഞങ്ങളുടെ ടെക്നോളജിയെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഗുണവശങ്ങൾ ഒരുപാട് അധികമാകുന്നുണ്ട്. പിന്നെ നമ്മൾ പോപ്പുലർ ആകും. പ്രൊഫസർ സാർ, ഇന്ന് താങ്കൾ ഞങ്ങൾക്കായി ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. ഇന്നിവിടെ വരാൻ പോകുന്ന എല്ലാ ഐഡിയ ബാസുകൾക്കും താങ്കൾ മെന്റർഷിപ്പ് നൽകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ. പ്രതീക്, താങ്ക് യു വെരി മച്ച്. കം. എങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഐഡിയ ബാസിനെ. സുഹൃത്തുക്കളെ, പൊതുവെ പറയാറുണ്ട് നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പാടില്ല, അത് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങളെ കാണിക്കാനായിട്ട് കൂടി വരുന്നു നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ്. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ബേസിക് ഹെൽത്ത് കെയർ ഇപ്പോഴും ഒരു ആഡംബരമായിട്ടാണുള്ളത്. ഗ്രാമത്തിലുള്ള ജനങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ സിമ്പിൾ ഡയഗ്നോസിസ് ചെയ്യാൻ പോലും പല മൈൽ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. അതിനേക്കാൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും അവർക്ക് കിട്ടാത്ത സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കേണ്ടി വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് 6-7 ലക്ഷം വില്ലേജസ് ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദീസ് ഡോക്ടേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മോസ്റ്റ് ഓഫ് ദ വില്ലേജസ് ലൊക്കേറ്റ് ആയിട്ടുള്ളത്. അതില് ഒരു ഫൗണ്ടർ മാത്രം ഇത് വളരെ ധൈര്യമായിട്ട് ഏറ്റെടുത്തു. പിന്നെ ആർമിയിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം ഒരു കാര്യം പഠിച്ചു. സിവിൽ പേഷ്യൻസ് ഡോക്ടേഴ്സിനെ കാണാൻ വരാറുണ്ട്. അതായത് ആ ഫോഴ്സസ് സംബന്ധിച്ച്, അതായത് ലൈൻ ഓഫ് കൺട്രോൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടേഴ്സ് ആണ് സോൾജേഴ്സിനെ കാണാനായിട്ട് പോവാറുള്ളത്. അതുകൊണ്ട് സേവ് ലൈഫ് ഫസ്റ്റ് സേവ് ലിംബ് ആൻഡ് റെസ്റ്റ് ഓൾ പ്രയോറിറ്റി. അവിടെ ഈ ട്രാജിങ് പ്രിൻസിപ്പിൾസ് വളരെ അത്യാവശ്യമാണ്. ഈ പ്രിൻസിപ്പിളിൽ ഇൻസ്പയർ ആയി ഈ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു.
In rural areas, we know that for 1.4 billion population, we just have 6,000 cardiologists. We have 6 to 7 lakh villages. We will not be able to have a cardiologist in each villages or in each district. ഇന്ത്യയുടെ ഹെൽത്ത് കെയർ ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നു ഞങ്ങളുടെ 2 ഐഡിയ ബാസുകൾ. മേജർ ഡോക്ടർ സതീഷ് ജീവൻ ആൻഡ് അശ്വിൻ ചന്ദ്രശേഖർ. നമ്മുടെ ഈ ഷോയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ Thank മച്ച്. you. താങ്കൾ സ്റ്റെതസ്കോപ്പ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഡോക്ടർ സാർ. ഇത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ നിങ്ങളുടെ പിച്ചിനായി തയ്യാറാണോ? ഡെഫിനറ്റ്ലി. ഗുഡ് ലക്ക്. ഓ താങ്ക് യു. ഡോക്ടേഴ്സ്, നിങ്ങൾ കൊച്ചിലെ ഡോക്ടർ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഓർമ്മ വരും? Stethoscope. അപ്പോ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് സ്റ്റെത്തസ്കോപ്പ്. കാരണം സ്റ്റെത്തസ്കോപ്പ് ഇല്ലാതെ നമ്മളെ തന്നെ നമ്മൾ ഡോക്ടർ എന്ന് വിശ്വസിക്കാനാവില്ല. Something becomes symbolic of a profession. For a chef, knife and ladle. The police have their cap and baton. ഡോക്ടേഴ്സിനാണെങ്കിൽ ജസ്റ്റ് എ സ്റ്റെത്തസ്കോപ്പും. അതാണ് ഒരു ഡോക്ടറുടെ ട്രൂ ഐഡന്റിറ്റി. പക്ഷേ ആലോചിച്ച് നോക്കൂ ടൈറ്റൻസ്, 200 വർഷങ്ങളായി സ്റ്റെത്തസ്കോപ്പ് അവിടെ തന്നെയുണ്ട്. പേഷ്യൻസിന്റെ ഹൃദയത്തിന്റെ കഥകൾ കേൾക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ഹൃദയത്തിലുള്ള അസുഖം അതാരാണ് കേൾക്കുന്നത്? ഇപ്പൊ ക്രിക്കറ്റിലും AI-യുടെ അൾട്രാ ഹെഡ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഹാർട്ടിന് മാത്രം ഇതുവരെ അൾട്രാ ഹെഡ്സ് വന്നിട്ടില്ല. അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് AI സ്റ്റെപ്പ്. Titans, I am Dr. Satish S. Jeevanavar. I am ex-Army Major. ഞാൻ ഫൗജിൽ 2003 തൊട്ട് 8 വരെ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഏർലി ഡിറ്റക്ഷൻ വഴിയെ കുറെ ജീവനുകളെ രക്ഷിക്കാൻ പറ്റും. I am Ashwin Chandrasekharan. After my international MBA from France, I came back to India in 2020. We decided it was time to bring the doctor stethoscope into 21st century. And that's how AIS Stet was born. AIS Stet is India's AI-enabled smart stethoscope. It has a dual mode, meaning it works as a traditional stethoscope and in AI mode. പിന്നെ ബ്ലൂടൂത്ത് വഴിയെ AI സ്റ്റെത്ത് ആപ്പിലേക്ക് കണക്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഷോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ റിതം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിപ്പോ വേവ് ഫോം പിന്നെ സ്പെക്ട്രോഗ്രാം വഴിയെ റിയൽ ടൈം അനാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ AI എഞ്ചിൻ ഉണ്ടല്ലോ, ഹാർട്ട് മർമർ പിന്നെ ലങ് അനോമലസ് ഇതൊക്കെ ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ അനാലിസിസ് ക്ലൗഡിലുണ്ടാകും. ഇത് വെച്ച് നമുക്ക് പഴയ റെക്കോർഡ്സ് ഒക്കെ കമ്പയർ ചെയ്യാനും പറ്റും. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹോം ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ ആസ് വെൽ. AI സ്റ്റെത്ത് ഡോക്ടേഴ്സിന്റെ അടുത്തുള്ള വിശ്വാസം ഇനിയും കൂട്ടുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഹൃദയത്തിന്റെ റിതം കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പേഷ്യൻസിന്റെ ഹൃദയത്തിലുള്ള അസുഖമില്ലേ, അത് നമ്മളെ കൊണ്ട് കാണാനും പറ്റും. By still retaining the human touch. സോ ടൈറ്റൻസ്, ഇതിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കൈകോർക്കാൻ സമ്മതമുണ്ടോ? ചെറിയ വയസ്സിൽ നിങ്ങളുടെ ഒരു ടൂളായി ഇരുന്നത് 21st സെഞ്ചുറിയിൽ ലോഞ്ച് ചെയ്യാൻ സഹായിക്കോ? വളരെ യുണീക്കായ പ്രൊഡക്റ്റ് തന്നെയാണിത്. സാർ, നിങ്ങളുടെ ഈ AI സ്റ്റെത്ത് ഉണ്ടല്ലോ, ഇതെങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് ഒന്ന് കാണിക്കാൻ പറ്റുമോ? വി ക്യാൻ. ഇപ്പൊ നമ്മൾ ഡെമോ ചെയ്ത് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ സന്ദേശ് സാറിനെ വെച്ച് ഡെമോ കാണിക്കാലോ? ചെയ്യാലോ സാർ. കാരണം ഇതൊരു ഇന്ത്യൻ ഹൃദയമാണ്. അത്രയും വർഷം അമേരിക്കയിൽ പോയി ജീവിച്ച ഇന്ത്യൻ ഹൃദയം. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എവിടെ പോയാലും എന്റെ ഹൃദയം ഇന്ത്യൻ തന്നെ. ഈ സെറ്റില് 3 കോമ്പണൻസ് ഉണ്ട്: ഡിവൈസ്, ഡേറ്റ പിന്നെ ക്ലൗഡ് ഇന്റലിജൻസ് കൂടെ. ഇപ്പൊ ഞാൻ 30 സെക്കൻഡ്സ് ഇദ്ദേഹത്തെ എക്സാമിൻ ചെയ്യാൻ പോവാണ്. താങ്കളുടെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാണല്ലോ ഉള്ളത്. 30 സെക്കൻഡ്സിനപ്പുറം നിങ്ങളുടെ ഈ ഹാർട്ട് ബീറ്റ് ക്ലൗഡിൽ അപ്ലോഡ് ആക്കും. ഇപ്പോ AI അനലൈസ് ചെയ്യുവാണ് ഈ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. മെയിൻലി ഫോർ ദ മർമറി ഡിറക്ഷൻ വാൾവിന്റെ ഫംഗ്ഷന് ചേർത്ത്. ഇപ്പൊ നമ്മൾ വേൾഡ് സ്റ്റാൻഡേർഡ് നോക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിസൾട്ട് നോർമൽ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ റിതം കേട്ടപ്പോ നിങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു കേട്ടു. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഹൃദയത്തിന്റെ റിതം കൂടിയത്. 30 സെക്കൻഡിൽ ഈ ഫോട്ടോഗ്രാഫിന്റെ പ്രിന്റ് ഔട്ടും റെഡിയാകും. സോ ദിസ് ഇസ് ദ മെയിൻ ടെക്നോളജി ഷിഫ്റ്റ്. പണ്ടൊക്കെ ഡോക്ടേഴ്സ് ഓസ്കർ ടെക് ചെയ്യുമ്പോൾ
it was a subjective thing. Even 3 cardiologists auscultate, all 3 can have a different opinion. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ മിസ് ചെയ്താലും കൂടെ എല്ലാം ഈ ഫോണിക് ഓഡിയോഗ്രാം റെക്കോർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ ഈ എഞ്ചിൻ ഉണ്ടല്ലോ, ആദ്യത്തെ സ്റ്റഡിയിൽ ഇതിന്റെ അക്യൂറസി സെൻസിറ്റീവ് പാർട്ട് 98.34% and specificity was 99.73. Traditionally, doctors acoustic mode ചെയ്യുമ്പോൾ the accuracy is only 50 to 60%. Like 1 in 2 cases can get the best. And ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ now cardiologists can't reach 6 to 7 lakhs villages in India. But today I'm very proud to say that this device is used by MBBS doctors. Even ASHA workers in Maharashtra take this door to door and they can screen the patient. Oh, lovely. Is it okay to say that this is minimizing human error? ഇപ്പൊ നോക്കിയ മഹാരാഷ്ട്രയില് 10,000 ഗ്രാമങ്ങൾ പൂനെ അല്ലെങ്കിൽ മുംബൈക്ക് വന്ന് എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റിന് വേണ്ടി കാർഡിയോളജിസ്റ്റ് റെഫറൻസിൽ വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയ വെറും 1000 ആർക്ക് മർമറിംഗ് വരുന്നുണ്ടോ അവര് മാത്രം. സോ ഈ ലോസ് ഓഫ് ഡെയിലി വേജസ്, വരുമാനം വളരെ കുറവായിട്ടുള്ള ആൾക്കാർക്ക് കുറെ സമയം മിച്ചമാകുന്നുണ്ട്. ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോ ഉള്ള എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് ഉണ്ടല്ലോ, അത് 1200 തൊട്ട് 4000 വരെ ചാർജ് ചെയ്യുന്നുണ്ട്. സോ അഫോർഡബിലിറ്റി, ആക്സസ് ആൻഡ് ക്വാളിറ്റി 3 വഴിയിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. Thank you very much. Thank you. Please, Guru. You are depending on the cloud. ഫസ്റ്റ് ഓഫ് ഓൾ, കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഒരു ഡോക്ടറായിട്ട് ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഡു നോ ഹാം ഫോർ ദ പേഷ്യൻസ്. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്. സോ ഫ്രം ഡേ 1, അതായത് ഡോക്ടറും പേഷ്യന്റും കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ദാറ്റ്സ് എൻ ഇംപ്ലൈഡ് കൺസേൺ. സോ ഈ ഡേറ്റ ഷെയറിംഗ് ഡോക്ടറിനും പേഷ്യന്റും ഇടയ്ക്ക് മാത്രമേ ഉണ്ടാകൂ. അതല്ലാതെ ഒരു ചിലപ്പോൾ റെഫറൽ അങ്ങനെ നടക്കണമെങ്കിൽ പേഷ്യന്റ് പേര് ബാക്കി എല്ലാം അനാനിമസ് ആയിരിക്കും. ആൻഡ് only at the aggregate level we will know the statistics. Even I don't know which patient endu pattinna. So this is the part of ISO 13485 hardware nu vendi safety test, IEC compliance. ipo nammal USA gandi FDMA തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. So ISO 27000. So ആവശ്യമുള്ള regulatory approval ന്റെ കൂടെ എല്ലാം, because being a doctor this can be misused as well. So all of this ആദ്യ ദിവസം മുതലേ ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. Lovely. നിങ്ങളുടെ കറന്റ് ആവറേജ് കോസ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കിയ 19,000 വരുന്നുണ്ട്. സോ ഈ നോർമൽ എ ബേസ്ഡ് അതിന് എത്ര വരുന്നുണ്ട്? സ്റ്റെത്തോസ്കോപ്പില് 2 സെഗ്മെന്റ് ഉണ്ട്. ഒന്ന് MBBS ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറില്ല, അത് വെറും 500 തൊട്ട് 1000 രൂപ വരെ കാണുള്ളൂ. പക്ഷെ പൊതുവെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ലിറ്റ്മൻ സ്റ്റെത്തോസ്കോപ്പ് അതൊരു 10,000 തൊട്ട് 12,000 രൂപ വരും. ശരി, നിങ്ങൾ എന്ത് റേറ്റിനാണ് ഇത് കൊടുക്കുന്നത്? ഞങ്ങളുടെ ഒരു 20,000 ഉണ്ട്. 2 മോഡലുണ്ട്, 18,999 പിന്നെ 24,999 ഉണ്ട്. ഓൾമോസ്റ്റ് ക്ലോസ് ടു ദ ട്രഡീഷണൽ സ്റ്റെത്തോസ്കോപ്പ് ബട്ട് വിത്ത് ഓൾ ദ AI capabilities. Are you doing a subscription model? അല്ല, വരുമാനത്തിൽ 90% comes from the device, 10% from the app subscription, but that is only for B2B and B2G. ശരി, അപ്പൊ ഇതിൽ നിങ്ങളുടെ കോക്സ് എന്താ? ഇപ്പൊ നോക്കിയാൽ ഞങ്ങളുടെ മിനിമം ക്വാണ്ടിറ്റി വെറും 200 തൊട്ട് 500 വരെ മാത്രമേ ഉള്ളൂ. സോ ഏകദേശം ഇത് ഒരു 8,000 മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ US FDA CA സർട്ടിഫിക്കറ്റോട് കൊടുക്കുന്നുണ്ട്. ഈച്ച് കോസ്റ്റ് 25 lakhs and 50 lakhs like that. So right now we make about 50 to 60% margin amount for the each unit which is sold. But if you look at the corporate overheads, we will break even if we sell 5,000 per each unit. താങ്കളുടെ ഈ ഇന്നോവേഷനുള്ളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എത്രയാണ്? ഫണ്ടിങ് താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആദ്യം ഞങ്ങൾക്ക് US നിന്ന് ഒരു ഗ്രാന്റ് കിട്ടിയായിരുന്നു ഫോർ അവർ റിസർച്ച് വർക്ക്. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതിന്റെ ഗ്രാന്റ്സും കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുവരെ 3 ഗ്രാന്റ് റേസ് ചെയ്തിട്ടുണ്ട്. റെയിൻ മേറ്റ സീറോ ആണ്, തബോസ്റ്റ, സോഷ്യൽ ആൽഫ, ടാറ്റ ട്രസ്റ്റ്, ചെന്നൈ ഏഞ്ചൽസ്. അതേപോലെ സോഷ്യൽ ഇമ്പാക്ട് ഉള്ള കുറെ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് വരെ ഞങ്ങൾ 12 CR റേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസങ്ങളിൽ നിങ്ങൾ എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തത് 15 lakhs. അതിനു മുമ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്തത് വെറും 8 lakhs. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ മഹാരാഷ്ട്രയുടെ 15 lakhsന്റെ ഒരു PO ഉണ്ട്. സോ ദിസ് ഇയർ അവർ പ്രൊജക്റ്റഡ് സെയിൽസ് വിൽ ബി 1.5 to 2 CR. 15 ലക്ഷത്തിലിരുന്ന് 10 കോടി ബ്രേക്ക് ഇവൻ വരാൻ നിങ്ങൾക്ക് എത്ര സമയമെടുക്കും? അതിന് നിങ്ങൾ എന്താ സ്ട്രാറ്റജി വെച്ചിരിക്കുന്നത്? രണ്ടും പറയൂ. ഇത് കുറച്ച് സ്ലോ ആയിട്ടേ പോകൂ. ഇതിന് 2 to 3 വർഷം വേണം. പിന്നെ ഞങ്ങളിപ്പോ B2B പാർട്ട്നേഴ്സ്, അതായത് ബാക്ക് ATM, ഹെൽത്ത് ATM പോലെ, പിന്നെ ടെലിമെഡിസിൻ, അത് ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിരിക്കും. പിന്നെ മൂന്നാമതായി ഞങ്ങളുടെ ബ്രാൻഡ് ക്രിയേഷൻ ഒരു ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ് വഴിയായിരിക്കും. ഇപ്പോഴത്തെ ഞങ്ങളുടെ പൈപ്പ് ലൈൻ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 1000 സോഫ്റ്റ് പൈപ്പ് ലൈൻ ഈ വർഷത്തേക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ 2 B2B, പിന്നെ ഗവൺമെന്റിന്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 24 to 36 months എങ്കിലും ആകും ഫോർ ദ ബ്രേക്ക് ഈവൻ.
സോ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ട് കഴിഞ്ഞു, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇവരുടെ ജേണിയെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങളുടെ അവസരമാണ് മാർക്കറ്റ് ഡിമാൻഡ് അറിയിക്കാനുള്ള. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. Almost 100%. 96% people feel that this is the most important product. സോ ഡോക്ടർ സാർ, നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് വേണ്ടതെന്നും നിങ്ങളുടെ ആസ്ക് എത്രയാണെന്നും ഒരു തവണ പറയൂ. 16 crores ഇപ്പൊ ഞങ്ങളുടെ റൗണ്ട് ക്ലോസ് ആയിരിക്കുന്നു. ആൻഡ് പോസ്റ്റ് മണി വാല്യുവേഷൻ ഓഫ് 96 crores. സോ അവർ ആസ്ക് ഇസ് 1 crore for 1.04%. പ്രൊഫസർ സാർ, എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഓൺ ബിഹാഫ് ഓഫ് അവർ ടൈറ്റൻസ് ഹിയർ. അതായത് ഈ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടൈറ്റൻസ് ഏതൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്? മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ദാറ്റ് ക്യാൻ സ്കെയിൽ വെരി നൈസ്ലി. ഇൻഫാക്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ഡോക്ടേഴ്സ് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മേ ബി എവരി നേഴ്സ്, Yes, എവരി definitely. സൂപ്പർ മാർക്കറ്റ്, പിന്നെ എല്ലാ വീടുകളിലും എവിടെ വേണമെങ്കിലും ചെയ്യാമല്ലോ. യെസ്. I would like to make a couple of offers. I know that you are incubated, probably in IIC Bangalore. Right. But IIT Madras എല്ലാവർക്കും ഒരു ഡിഫറൻ്റ് ആയ എൻവയറമെന്റ് ആണ് കൊടുക്കുന്നത്. അവർ ഹെൽത്ത് കെയർ ടെക്നോളജി സെന്റർ ഹാസ് എ മെഡ്ടെക് ഇൻക്യുബേറ്റർ. എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അവിടെ. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് Yes, ഇൻട്രസ്റ്റ്, sir. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വി ക്യാൻ ഇൻക്യുബേറ്റ് യു ഓർ കോ ഇൻക്യുബേറ്റ് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഷുവർ. പിന്നെ ഞങ്ങളുടേതായിട്ട് ഇതിന് ഒരു ഫണ്ടുണ്ട്. അതിൽ 20 lakhs ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. അറ്റ് ദ കറന്റ് വാല്യൂഷൻ ഓഫ് ദം. Thank you so much. ടൈറ്റൻസ്, ഇനി ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. അനുപം സാർ, നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. ഈ ഏരിയയിൽ എനിക്ക് വലിയ അനുഭവമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഓഫറൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് കൈ കൊടുക്കാനും പറ്റില്ല. നിങ്ങളുടെ ഈ റൺവേ ടു ഗെറ്റ് ടു 10 crore ടു ഗെറ്റ് ടു ബ്രേക്ക് ഈവൻ, എനിക്കെന്ത് തോന്നുന്നു വെച്ചാൽ അത് വളരെ വളരെ ലോങ് ടേം എന്ന് തോന്നുന്നു. പിന്നെ ഈ റൗണ്ട് അല്ലാതെ നിങ്ങൾക്ക് കുറെ പണത്തിന്റെ ആവശ്യം വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ കൈ കൊടുക്കാൻ പറ്റില്ല. So I will join the IIT Madras professor and I will invest 30 lakhs in your initiative. Thank you. താങ്ക് യു. Thank you, ma'am. ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി 10 ലക്ഷം രൂപ ഗ്രാൻഡ് തരാമെന്നാ വിചാരിക്കുന്നത്. ഞാൻ ആ റൗണ്ടിനകത്ത് വരില്ല, പക്ഷെ 10 ലക്ഷം രൂപ ഗ്രാൻഡ് തന്നേക്കാം. Thank you very much, ma'am. നിങ്ങൾ 3 പേരുമായിട്ടും കൈ കൊടുക്കുന്നു. യെസ്, ബി Please, വരൂ. Let's have a handshake. Congratulations. താങ്ക് യു. Thank you. താങ്ക് യു. Thank you. താങ്ക് യു. Thank you. താങ്ക് യു സർ. Thank you, ma'am. Thank you, ma'am.